നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും, നമ്മൾ കരുതിയാലും കരുതിയില്ലെങ്കിലും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളിയിരുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തൊരു വചനമുണ്ട്. അത് ധ്യാനിച്ച് അന്യോന്യം ആത്മീകമായും വാക്കുകൾ കൊണ്ടുമൊക്കെ പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതല്ലേ ജീവിതത്തിൽ കുറെ കൂടെ പ്രകാശം പകരുന്ന അനുഭവം. ദൈവത്തിന് വചനം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വിചാരിക്കുന്നതിനപ്പുറമാണ് ദൈവം നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത്. നമുക്കറിയുകയില്ല ഇത്രയുമൊക്കെ ദൈവം നമുക്ക് വേണ്ടി വിചാരിച്ചിരുന്നു. ദാവീദ് ഒടുവിൽ പറഞ്ഞ പോലെ, യഹോവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് ചോദിക്കത്തക്ക നിലകളിൽ നിങ്ങളും ഒരുപക്ഷെ ജീവിതത്തിൽ പറയേണ്ടി വരും. കാരണം ദൈവം കരുതുന്നുണ്ട്, ദൈവം ചിന്തിക്കുന്നുണ്ട്. ജോൺ ഹെൻറി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉന്നത വിദ്യാഭ്യാസമുള്ളയാളാണ്. അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന ഒരു ഉദ്യോഗം ആഗ്രഹിച്ചുകൊണ്ട് താനൊരു അപേക്ഷ അയച്ചു. അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു വേക്കൻസിയാണ്, നല്ലൊരു ജോലിയാണ്. അത് ലഭിച്ചാൽ സമൂഹത്തിലും ഒക്കെ ഒരു പേരുണ്ട്, അല്ലെങ്കിൽ തനിക്കൊരു സന്തോഷമുണ്ട്. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന ചില ജോലികളുമൊക്കെ ലഭിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം എന്നതുപോലെ അദ്ദേഹം ജോലിക്ക് അപേക്ഷിച്ചെങ്കിലും താൻ അപേക്ഷിച്ച പോസ്റ്റിലേക്ക് വേറൊരാളെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ അടുത്ത ജോലിക്കാണ് തനിക്ക് അവസരം ലഭിച്ചത്. ജോലി ലഭിച്ചപ്പോൾ താനാകെപ്പാടെ വല്ലാതെ ഭാരപ്പെട്ടു. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ? ഞാൻ ആഗ്രഹിച്ചത് ലഭിച്ചില്ലല്ലോ, എനിക്ക് അർഹത ഉണ്ടായിട്ട് പോലും ലഭിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ബോധ്യപ്പെട്ടത് ദൈവം എന്തുകൊണ്ടാണ് ചെയ്തത്. 1 വർഷം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി താൻ നേരത്തെ അപേക്ഷിച്ചിരുന്ന ആ പോസ്റ്റ്, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച പോസ്റ്റ് ആർക്ക് കൊടുത്തിരുന്നു, ആ പോസ്റ്റ് നിർത്തലാക്കി. അപ്പോഴും ജോൺ ഹെൻറിയുടെ ജോലി നഷ്ടപ്പെട്ടില്ല, മറ്റേയാളിനെ പിരിച്ചുവിടുകയും ചെയ്തു. ദൈവം ചിലപ്പോഴൊക്കെ സസ്പെൻസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്കിലും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയണം. ദർ ഈസ് എ ഗാഡ്, ഈസ് ഓൾമൈറ്റി, ഹി ക്യാൻ ഡു എനിത്തിങ് അറ്റ് എനി ടൈം. നമുക്ക് വേണ്ടി ഏത് സമയത്തും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ ശരണപ്പെടാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങയുടെ സർവാധിപത്യം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. Have a nice time. God bless you.